ആകാശവാണി ഉത്തമ കുടുംബം തുടർ നാടകം. രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി. ശബ്ദം നൽകുന്നവർ ഡോക്ടർ തോമസ് മാത്യു, അമൽ രാജ് ദേവ്, സെലിൻ കെ വി, ജയപ്രിയ ചിറക്കടവ്, തിരുമല രാമചന്ദ്രൻ, ഉഷ കരുനാഗപ്പള്ളി, ആറന്മുള രാമചന്ദ്രൻ, സുരേഷ് നായർ, ജോസ് പി റാഫേൽ, പാർവതി എസ്, എ കെ അതുൽ, സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതിക്കൽ, സോജപ്പൻ, ഡോക്ടർ സജീഷ്, ഷാജി വിൽസൺ, രജനീഷ് എസ് എസ്, രജു കോലിയക്കോട്, ആർ രാജേശ്വരി, വിനോദ് കല്ലറ, കെ വി താൻസൺ, ലിസ്. സംവിധാനം റൂബി ബാബു. ഉത്തമ കുടുംബം ഒന്നാം ഭാഗം. ഓ, വല്ലാത്ത തിരക്ക് തന്നെ. ഇങ്ങനെ ഈ ജഗമ്മാമൻ ഇതേത് കമ്പാർട്ട്മെന്റിലാണെന്ന് എങ്ങനെ അറിയാം? ഇവിടെ എങ്ങും കാണുന്നുമില്ലല്ലോ. ഗുഡ് ഈവനിങ് മിസ്റ്റർ പ്രഭ മഹേന്ദ്രൻ. ആരാണ് എൻ്റെ അച്ഛൻ്റെ പേരെടുത്ത് വിളിക്കുന്നത്? ഞാൻ തന്നെടേ, നിന്റെ ഒരേ ഒരു ഫാദറിനില്ല, മുംബൈ റിട്ടേൺ മുടവൻ മുകൾ ജഗന്നാഥൻ എന്ന സാക്ഷാൽ ജഗൻജി. ആഹാ, അല്ലിതാരൻ്റെ പുന്നാര മാമനോ? 5 കൊല്ലത്തെ വടക്കേ ഇന്ത്യൻ വാസത്തിൻ്റെ റിസൾട്ട് ഈ പൂരം തിരുനാൾ ജഗൻജിയുടെ ശരീരക്കൂറിൽ അറിയാനുണ്ട് കേട്ടോ. അത് വിട്, ബോഡി ഷെയിം അങ്ങാവും, പറഞ്ഞേക്കാം. ഓവേ, ഐ ആം ദ സോറി മാമ. എന്താ പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാലോ? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോടെ? കൊള്ളാം, നല്ല ചോദ്യം. നമ്മുടെ സ്വന്തം കാറും കൊണ്ടല്ലേ ഞാനിങ്ങ് എത്തിയിരിക്കുന്നത്. ഹലോ. എടാ മോനെ വിജയ, ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിരുന്നു കേട്ടോ. പ്രഭ മരുമോൻ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. അതെന്നേ, കാറിലാണ് സഞ്ചാരം. വിനയൻ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. ഓക്കെ, ബൈ. മാമ, വിജയനാളിയൻ ഇപ്പോഴും ധാരാവിയിലെ ഫ്ലാറ്റിൽ തന്നെയല്ലേ സകുടുംബവാസം? തന്നെടേ, കഴിഞ്ഞ 10-12 കൊല്ലക്കാലമായിട്ട് അവൻ അവിടെ തന്നെ സ്ഥിരതാമസം. പിന്നെ എൻ്റെ ഇളയ സൽപുത്രനായ വിനയൻ മാട്ടുകയിലും. അതിരിക്കട്ടെ, നീണ്ട 5 ആണ്ടുകൾ ആൺമക്കൊപ്പം മുംബൈയിൽ അടിച്ചു പൊളിച്ച് താമസിച്ചതിന് ശേഷം മലയാള മണ്ണിലേക്ക് വീണ്ടും കാലൂന്നിയിരിക്കുന്ന താങ്കളുടെ ഭാവി പരിപാടികൾ? അല്ല, തിരികെ ഇനി വടക്കേ ഇന്ത്യയിലേക്കൊരു മടക്കമുണ്ടോ? ഏയ്, തിരികെ ഏതായാലും അങ്ങോട്ടേക്കില്ല. പിന്നെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയൊക്കെ വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്യാം. ബൈ ദ ബൈ പ്രഭേ, പഴയതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ താഴത്തെ നിലയിൽ എൻ്റെ മൂത്ത മകൾ സൗമ്യയും ഭർത്താവായ പോലീസുകാരൻ സുരേഷും, അപ്സ്റ്റെയറിൽ നീയും എൻ്റെ ഇളയ പുത്രിയായ പ്രിയയും. എന്താ, അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പോഴും താമസം? എന്താ, എന്തു പറ്റിയടേ? നീ എന്താ പെട്ടെന്ന് വണ്ടി നിർത്തി കളഞ്ഞത്? അല്ല, അത് പിന്നെ മാമ, ഞാനും പ്രിയയും സുരേഷണ്ണനും സൗമ്യ എല്ലാവരും കൂടെ താഴത്തെ നിലയിൽ താമസിച്ചുകൊണ്ട് വീടിന്റെ മുകളിലത്തെ പോർഷൻ കഴിഞ്ഞ വർഷം വാടകയ്ക്ക് കൊടുത്തായിരുന്നു. എന്റെ പ്രഭാ മഹേന്ദ്ര മാമ. കാര്യം എന്തു തന്നെ ആയാലും നമ്മൾ ചെയ്ത പ്രവൃത്തി അച്ഛൻ ഒരു വിധത്തിലെങ്കിലും അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊരിക്കലുമില്ല. മാമൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്തല്ലേ അങ്ങേരുടെ അനുവാദമില്ലാതെ നമ്മൾ ഈ വീടിൻ്റെ 2ാം നില വാടകയ്ക്ക് കൊടുത്തു കളഞ്ഞത്. അതും ഒരു മദാമ്മയ്ക്ക്. പിന്നെ കാലശേഷം അവകാശം വയ്ക്കാതെ നിങ്ങൾ 2 പെൺമക്കൾക്കും ഈ ആഡംബര ഭവനം മാമൻ എഴുതി തന്നതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാം. ശരി തന്നെ, ഈ വീടിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കും പ്രിയക്കുവാണല്ലോ. ഏതായാലും ഇവിടുത്തെ പുതിയ താമസക്കാരിയായ വിദേശ വനിത ഇന്നലെ അങ്ങ് ജർമ്മനിയിലേക്ക് പറഞ്ഞത് നന്നായി. അത് കറക്റ്റ്. ഇല്ലെങ്കിൽ അച്ഛൻ വന്ന് കയറുമ്പോൾ ഒരു സീൻ ഇവിടെ നടന്നേനെ.
ആ മതാമ്മ ഇനി ഒരു 5-6 മാസം കഴിയാതെ തിരിച്ചെത്തുകയില്ലല്ലോ അല്ലേ? ഹോ, അത്ര ആശ്വാസം. ദേ അതിങ്ങ് എത്തിയെന്ന് തോന്നുന്നു. പോലീസുകാരൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ഡ്യൂട്ടികൾക്കൊന്നും പോയില്ലേടേ സുരേഷ് കുമാറെ? പോണം പോണം, മാമനെ ഒന്ന് കണ്ടിട്ടിറങ്ങാൻ നിൽക്കുകയായിരുന്നു. ആ, പിന്നെ എന്തൊക്കെയുണ്ട് എൻ്റെ പെൺമക്കളെ വിശേഷങ്ങൾ? ഓ, എന്തു പറയാനാണ് അച്ഛാ. തട്ടിയും മുട്ടിയും ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പിതാശ്രീ. മതി മതി, ഇത് കേട്ടാ മതി. പിന്നെ നമ്മുടെ വീട്ടുവാടകയെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഈ ജഗൻജീസ് വില്ലയുടെ ഓണർഷിപ്പ് എൻ്റെ ഈ 2 പുത്രിമാരുടെയും പേരിലായതുകൊണ്ട് നിങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടിലേക്കായിരിക്കും മന്ത്ലി റെൻ്റ് എത്തുന്നത് അല്ലേ മക്കളെ? അതച്ഛാ. ആ വേണ്ട, ഞാൻ തന്നെ പറയാം. മാസവാടകയ്ക്ക് പകരം ആ ജർമ്മൻ വനിതയുടെ കയ്യിൽ നിന്നും നിങ്ങൾ 1 വർഷത്തെ കരാറിന്മേൽ 2 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ശരിയല്ലേ? ആ, അത് പിന്നെ ഹലോ. ആ, റെഡി ആയി കഴിഞ്ഞു സാർ. ഞങ്ങൾ ഉടനെ തന്നെ എത്തിയേക്കാം. ഓക്കെ. അച്ഛാ, ഇന്നെനിക്ക് സീരിയലിൻ്റെ ഒരു വർക്കുണ്ട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നീ ഇറങ്ങിക്കോ. ഇന്നെവിടാ മോളെ ഷൂട്ട്? അതിവിടെ മലയൻകീഴിലൊരു വീട്ടിൽ. എന്നാലേ ഞങ്ങൾ ഇറങ്ങട്ടെ മാമ, വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. അച്ഛാ, കുടുംബശ്രീ മീറ്റിങ്ങിന് എനിക്കും കൂടി പോകണമായിരുന്നു. ശരി മാമ, ഡ്യൂട്ടി ടൈമായി. അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും പോകാതെ പറ്റില്ലല്ലോ. ഞാനും ചെന്നൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. വല്ലാത്ത യാത്രാക്ഷീണം. ആ, കാണാം. എന്നാ പിന്നെ കാണാം. ആ, നമുക്ക് കാണണം. ശരി അച്ഛാ. പഴയ കൂട്ടുകാരെയെല്ലാം കാണാനായി മാമനിപ്പോൾ പുറത്തു പോയിരിക്കുകയല്ലേ. അങ്ങേര് തിരികെ എത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാക്കിയേ പറ്റൂ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നുവെച്ചാ നിന്റെ അച്ഛൻ്റെ താമസക്കാര്യം തന്നെന്ന്. ആ, അതണ്ണം പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി എന്തായാലും അങ്ങേര് മുംബൈയിലെ മക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകുമെന്ന് ആരും സ്വപ്നം കാണണ്ട. അതുകൊണ്ട് എന്ത് വേണമെന്നാണ്? അച്ഛനെ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ. ഐഡിയ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചാൽ പോരെ? എന്ത് തന്നെയാണെങ്കിലും ഒന്ന് വേഗം പറഞ്ഞു തുലയ്ക്കേണ്ട പ്രഭാകര. കിളവൻ ഇപ്പം വന്ന് കയറും. പറയാം, ധൃതി വയ്ക്കല്ലേ. മൂപ്പിലാൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ പേരിലൊരു കൊച്ചു വീടുണ്ട് അങ്ങ് ചാത്തനാട്ട്. അത് അടച്ചിട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് കക്ഷിയോട് അവിടെ ചെന്ന് ജയിക്കാറാൻ പറയാം. ആര്? നീ പറയൂ. ഏയ്, അതിനൊന്നും ഈ പ്രഭാമകൻ തന്നെ കിട്ടില്ല. തന്നെയുമല്ല, നമ്മൾ രണ്ടും പുറത്തുള്ളവരല്ലേ, മരുമക്കളല്ലേ അണ്ണാ. എങ്കിൽ ഈ കാര്യം ഞാൻ സൗമ്യ ചേച്ചിയും കൂടെ പറയാം. ആ, ശരിയാണ്. ആവശ്യക്കാര് ഞങ്ങളായി പോയില്ലേ. ആരാ? മനസ്സിലായില്ലല്ലോ. നിങ്ങളാരാ? എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? ആരാ സുരേഷ് ഏട്ടാ? ഹല്ലിദാരി ജിബു ചേട്ടനോ? സുരേഷ് ഏട്ടാ, ഇതൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് നമ്മുടെ സീരിയലിന്റെ. ഞാൻ കൈമനൻ ജിബു. ഇതാരാണ് പ്രിയേ? അയ്യോ, ഇതെന്റെ ഹസിന്റെ ചേട്ടനാണ്. പോലീസിലാണ് ആള്. സോറി സാർ, ആളറിയാതെ. ആ ശരി ശരി, കയറി ഇരിക്കും. പിന്നെ എന്താണ് ജിബു ചേട്ടാ ഈ വഴിയൊക്കെ? വർക്കിന് വിളിക്കാനോ മറ്റോ ആയിരുന്നെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. പ്രഭ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഓ, ഇന്ന് ഓട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു ജിബു. പിന്നെന്ത് പതിവില്ലാതെ? പുതിയ സീരിയൽ വല്ലതും സ്റ്റാർട്ടായോ? ശേ, അതൊന്നും അല്ല. ഞാനിപ്പോൾ വന്നതേ ഞങ്ങളുടെ ലക്കി കപ്പിൾസ് എന്ന സീരിയലിന് അതിൻ്റെ ഷൂട്ടിന് ഒരു 10 ദിവസത്തേക്ക് പറ്റിയൊരു വീട് വേണമായിരുന്നു. അതിന് ഈ ഏരിയയിലൊന്നും അത്തരം വീടുകളൊന്നും കാണില്ലല്ലോ ജിബു ചേട്ടാ. നിങ്ങളുടെ ഈ വീടിൻ്റെ മുകളിലത്തെ നില ഇപ്പം അടച്ചിട്ടിരിക്കുകയല്ലേ? ഓ, അത് ശരി. അപ്പം നമ്മുടെ വാടകക്കാരിയായ മദാമ ജർമ്മനിയിലേക്ക് പറന്ന വിവരം നീ ലൊക്കേഷനിലൊക്കെ ഫ്ലാഷ് ആക്കി അല്ലേ പ്രിയേ? സോറി ജിബു, അത് നടക്കത്തില്ല. നല്ല റെന്റ് കിട്ടുന്ന കാര്യമല്ലേ സാറേ, വിട്ടുകളയുന്നത് ബുദ്ധിയല്ല. ആ, അച്ഛൻ എത്തിയല്ലോ. പുതിയ ഗസ്റ്റൊക്കെ ഉണ്ടല്ലോ. ആരാണ് ഇയാൾ മോളെ? ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മാമ, പ്രൊഡക്ഷൻ കൺട്രോളർ ജിബു. അതച്ഛാ, ഒരു സീരിയലിന്റെ വർക്കിനായിട്ട് 10 ദിവസത്തേക്ക് വീടിന്റെ 2ാം നില വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാൻ വന്നതാണ് ഈ ചേട്ടൻ.
അയ്യോ, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാമ. ഓ 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ മോളെ. അതെ സാർ, ഓൺലി 10 ഡേയ്സ്. നല്ല റെൻറ്റും കിട്ടും. ആ എങ്കിൽ പിന്നെ ഇയാൾ പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു വാ, ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. ഉറപ്പാണോ സാറേ? നടക്കുമല്ലോ അല്ലേ? ധൈര്യമായിട്ട് പോയിട്ട് വരണം മിസ്റ്റർ. തൻ്റെ പേരെന്താന്നാ പറഞ്ഞത്? കൈമനൻ ജിബു. ഓക്കെ, എഗ്രീഡ്. അല്ല മാമ, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാണ്. മാമൻ്റെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? ആ, അല്ലെങ്കിൽ പിന്നെ ആ ജർമ്മൻ ലേഡിയുടെ അനുവാദമില്ലാതെ അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട് ഷൂട്ടിന് തന്നേക്കാമെന്ന് നിങ്ങളെ കൺട്രോളർക്ക് സോറി മാമ, താങ്കളെ കൈമനം ജിബുവിന് വാക്ക് കൊടുത്ത് വിട്ട് എന്തിന്? പച്ച മലയാളത്തിൽ പറഞ്ഞ ഇതിന്റെ പേരാണ് ഭ്രാന്ത്. ഓ ചുപ് രഹോ ബേവക്കൂഫ്. പച്ച മലയാളത്തിൽ മിണ്ടാതിരടി മരക്കഴുതേന്ന്. ശരിയല്ലേ ജഗൻജി? സോറി മാമ. അല്ലയോ എൻ്റെ മരുമക്കളായ പോലീസുകാരൻ സുരേഷ് കുമാർ ആൻഡ് ടാക്സി ഡ്രൈവർ പ്രഭാ മഹേന്ദ്രൻ, ദാ എൻ്റെ ഈ മൊബൈലിൽ കാണുന്ന ഈ ഫോട്ടോസ് എല്ലാം നിങ്ങൾ ഓരോരുത്തരും കൺകുളിർക്കെ ഒന്ന് കാണൂ. എവിടെ? നോക്കട്ടെ. മാമനും നമ്മുടെ വാടകക്കാരിയായ മദാമയും ശരിയാണല്ലോ, നവദമ്പതികളായി വിവാഹ വേഷത്തിൽ നിൽക്കുന്നു. അയ്യോ ശരിയാണല്ലോ. ഷോ, ഇതിന്റെ യാഥാർത്ഥ്യം ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ. ദാറ്റ് മീൻസ് ദിസ് ഈസ് യുവർ ഓൺലി ഫാദേഴ്സ് മാരേജ് ഫോട്ടോ. തെളിച്ചു പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ ജഗൻജി വില്ലയിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയ ജർമ്മൻ വനിതയായ മെറ്റിൽഡയെ കഴിഞ്ഞ കൊല്ലം മുംബൈയിൽ വെച്ച് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ഈശ്വരാ. മാമ, ഉത്തമ കുടുംബം തുടർ നാടകം 1-ാം ഭാഗം സമാപിക്കുന്നു. രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ജഗൻജി ഡോക്ടർ തോമസ് മാത്യു, പ്രഭാ മഹേന്ദ്രൻ അമൽ രാജ് ദേവ്, സൗമ്യ സെലിൻ കെ വി, പ്രിയ ജയപ്രിയ ചിറക്കടവ്, സുരേഷ് നായർ, ജിബു കൈമനം രജനീഷ് SS. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത. ഈ തുടർനാടകത്തിന്റെ 2-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.